ദിക്റുകളിൽ നാവും കൽബും കൂടി പങ്കുചേരലാണ് അതിന്റെ പരിപൂർണത. ദിക്റിൽ നാവ് കൊണ്ടുണ്ട്, കൽബ് കൊണ്ടുമുണ്ട്. അപ്പൊ രണ്ടും കൂടെ സംഗമിക്കാം. കൽബിന്റെ അമലിൽ ജവാഹി അവയവങ്ങൾ പങ്കുചേരലാണ് പരിപൂർണത. മനസ്സിൽ അല്ലാഹു ഓർത്ത ദിക്ർ തന്നെയാണ്, പക്ഷെ നാവ് കൊണ്ടും കൂടി പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ പൂർണ്ണതയായി മാറുന്നു. എന്നാൽ ചെയ്യേണ്ടത് സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ, മറ്റുള്ളവർ കേൾക്കാത്ത ശബ്ദത്തിൽ. അതാണ് ഖുർആൻ എടുത്തു പറഞ്ഞ രീതി. അല്ലാഹു പറഞ്ഞു, വലാ തജ്ഹർ ബിസ്വലാത്തിക വലാ തുഖാഫിത് ബിഹി. നിന്റെ പ്രാർത്ഥനയെ ഉറക്കെയാക്കരുത്, നീ പതുക്കെയാക്കുകയും ചെയ്യരുത്. ഉറക്കെയുമല്ല പതുക്കെയുമല്ല. അഥവാ ലാ തജ്ഹർ, നീ ഉറക്കെയാക്കരുത്, ഹത്താ യസ്മഅ ഗൈറുക, മറ്റുള്ളവർ കേൾക്കുന്ന നിലയ്ക്ക്. വലാ തുഖാഫിത്, പതുക്കെയാക്കരുത്, ഹത്താ ലാ തസ്മഅ നഫ്സുക, നീ തന്നെയും കേൾക്കാത്ത രൂപത്തിൽ. അപ്പൊ നമ്മുടെ ശരീരം കേൾക്കുക, നമ്മൾ ചൊല്ലുന്നത് നമ്മുടെ കാതുകൊണ്ട് കേൾക്കുക. എന്നാൽ എല്ലാവരും കൂടി കേൾപ്പിക്കണോ? വേണ്ട. അതാണ് പരിപൂർണമായ ദിക്ർ. അല്ലാഹു അഅലം.